വചനമൊഴി നോമ്പുകാലം 6-ാം ഞായർ. വചനഭാഗം ഉൽപ്പത്തി 19:15-26, ജോഷുവ 21:43-22, റോമ 14:13-23, യോഹന്നാന്റെ സുവിശേഷം 10:11-18. മനുഷ്യകുലത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി സ്വയം ജീവാർപ്പണം ചെയ്ത മിശിഹായുടെ പീഡാനുഭവ കുരിശുമരണ ഉത്ഥാന രഹസ്യങ്ങളെ ധ്യാനിച്ച് നോമ്പുകാലത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ആടുകൾക്ക് വേണ്ടി സ്വജീവൻ സമർപ്പിക്കുന്ന ഇടയനായ ഈശോയെക്കുറിച്ചാണ് ഇന്നത്തെ സുവിശേഷം നമ്മോട് സംസാരിക്കുന്നത്. കർത്താവ് ഇടയനും ഇസ്രായേൽ ആടുകളുമാണെന്ന സങ്കല്പം ഇസ്രായേലിൽ നിലനിന്നിരുന്നു. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. കർത്താവ് ജനത്തിന്റെ ദൈവവും ജനം അവിടുത്തെ മേച്ചിസ്ഥലത്തെ ആടുകളുമാണ് എന്ന് സങ്കീർത്തകൻ പറയുന്നുണ്ട്. കൂട്ടം വിട്ട ആടിനെ പോലെ ഞാൻ അലയുന്നു, അങ്ങയുടെ ദാസനെ തേടി വരണമേ എന്ന് സങ്കീർത്തകൻ പ്രാർത്ഥിക്കുന്നുണ്ട്. പുതിയ നിയമത്തിലും 4 സുവിശേഷകന്മാരും ഈശോയെ ഇടയനായി ചിത്രീകരിക്കുന്നുമുണ്ട്. പാപത്തിൽ മുഴുകിയ സൊദോം ഗൊമോറ ദേശം ശിക്ഷിക്കപ്പെടുമ്പോഴും തിന്മ ചെയ്യാതെ നിന്നിരുന്ന നന്മയുടെ പ്രതിരൂപങ്ങളായിരുന്ന ലോത്തിനെയും കുടുംബത്തെയും രക്ഷിക്കുന്ന വിവരണമാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നുമുള്ള 1-ാമത്തെ പ്രഘോഷണത്തിൽ നിന്ന് നാം ശ്രവിക്കുന്നത്. സോതോമിൽ നിന്ന് ലോത്തിനെയും അടുത്ത ബന്ധുക്കളെയും രക്ഷിച്ച ദൈവിക പ്രവൃത്തിയിൽ ഒരു ഇടയൻ ആടിനെ അപകടത്തിൽ നിന്ന് രക്ഷിക്കുന്നത് പോലെ ലോത്തിനെയും കുടുംബത്തെയും അനുധാവനം ചെയ്ത് രക്ഷയിലേക്ക് നയിക്കുന്ന കർത്താവിനെയാണ് നാം കാണുന്നത്. കർത്താവിന് അവനോട് കരുണ തോന്നി അവനെയും ഭാര്യയെയും മക്കളെയുമെല്ലാം കൈക്കു പിടിച്ച് നഗരത്തിന് പുറത്തു കൊണ്ടുപോയി വിട്ടു. തിന്മയെ പരാജയപ്പെടുത്തിയ മനുഷ്യകുലത്തിന് രക്ഷ നൽകുന്ന മിശിഹായെ തന്നെയാണ് സൊദോം ഗൊമോറായിൽ രക്ഷ നൽകുന്ന കർത്താവിൽ ദർശിക്കാനാവുന്നത്. ജോഷുവയുടെ നേതൃത്വത്തിൽ കർത്താവിന്റെ വചനത്താൽ നയിക്കപ്പെട്ട് ഇസ്രായേൽ ജനം കാനാൻ ദേശം കൈവശപ്പെടുത്തിയതിനെ കുറിച്ചാണ് ജോഷുവയുടെ പുസ്തകത്തിൽ നിന്നുമുള്ള 2-ാമത്തെ വായന. 12 ഗോത്രങ്ങളുടെ ഒരു സംയുക്ത സംരംഭമായിട്ടായിരുന്നു വാഗ്ദത്ത നാടിന്റെ കൈവശപ്പെടുത്തൽ. അതുകൊണ്ട് അവരുടെ കാനാൻ ദേശത്തെ വിജയം സഹോദരങ്ങളുടെ ഐക്യത്തിന്റെ വിജയമായിട്ട് വേണം കരുതുവാൻ. കാനാൻ ദേശം പ്രധാനമായും ജോർദാൻ നദിക്ക് പടിഞ്ഞാറ് വശത്തുള്ള സ്ഥലമാണ്. എന്നാൽ ജോർദാൻ നദിക്ക് കിഴക്ക് ഭാഗത്തും കുറെ സ്ഥലങ്ങൾ ഇസ്രായേൽ ജനം നേരത്തെ കൈവശപ്പെടുത്തിയിരുന്നു. 2.5 ഗോത്രങ്ങൾക്കുള്ള ഭാഗമായി അത് വീതിച്ചു നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ 2.5 ഗോത്രങ്ങളിലെ യോദ്ധാക്കളും കാനാൻ ദേശം പിടിച്ചെടുക്കാൻ ഇതര സഹോദര ഗോത്രങ്ങളെ സഹായിച്ചതിന് ശേഷം മാത്രമാണ് തങ്ങളുടെ അവകാശങ്ങളിലേക്ക് മടങ്ങിയത്. സഹോദരങ്ങൾ തമ്മിൽ ഇടർച്ചയാകാതെ ഐക്യത്തിൽ വ്യാപരിക്കുന്നതിനെ പറ്റിയാണ് റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിലൂടെ ഇന്ന് പൗലോസ് ശ്ലീഹ നമ്മെ പഠിപ്പിക്കുന്നതും. സഹോദരർ സഹവസിക്കുന്ന സമൂഹത്തിൽ ആരും ആർക്കും ഇടർച്ച നൽകരുതെന്ന് ശ്ലീഹ ഓർമ്മിപ്പിക്കുന്നു. സഹോദരന് ഇടർച്ചയോ മാനസിക വിഷമമോ നൽകുന്നവൻ സ്നേഹത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നു. ദൈവത്തിനു സ്വീകാര്യനും മനുഷ്യർക്ക് സുസമ്മതനുമായി വർത്തിക്കുവാൻ പൗലോസ് ശ്ലീഹ ഉപദേശിക്കുകയാണ്. ഈശോ ആരാണെന്നും അവിടുത്തെ സന്ദേശം എന്താണെന്നും ദൗത്യം എന്താണെന്നും ഉള്ള ചോദ്യത്തിന് ഉത്തരം നൽകുവാൻ പാലസ്തീനയുടെ പശ്ചാത്തലത്തിലുള്ള ഒരു ഉപമയിലൂടെ യോഹന്നാൻ ശ്ലീഹ പരിശ്രമിക്കുന്നതാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം. ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്ന ഇടയനാണ് ഈശോ. കള്ളന്മാരും വ്യാജ ഇടയന്മാരും വിശ്വാസ സമൂഹത്തെ വഴിതെറ്റിക്കാൻ വെമ്പൽ കൊള്ളുന്ന സാഹചര്യത്തിൽ ഈശോ നല്ല ഇടയനും വിശ്വാസിയുടെ മാർഗത്തിന് ഭ്രംശം വരുത്തുന്ന വ്യാജപ്രബോധകർ വ്യാജ ഇടയന്മാരുമാണെന്ന് യോഹന്നാൻ ശ്ലീഹ സമർത്ഥിക്കുന്നു. സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി ദൈവജനത്തെ അവഗണിക്കുന്ന ഇസ്രായേലിലെ നിയമജ്ഞരെയും ഫരീസയരെയും വ്യാജ ഇടയന്മാരായി ചിത്രീകരിക്കുന്ന സുവിശേഷകൻ അവർക്കുള്ള ഒരു ബദലായിട്ടാണ് ആടുകൾക്ക് വേണ്ടി ജീവൻ ഉണ്ടാകുവാനും അത് സമർത്ഥമായി ഉണ്ടാകുവാനുമായി പരിശ്രമിക്കുന്ന നല്ല ഇടയനായി ഈശോയെ അവതരിപ്പിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ ഇടയനെയും ആടുകളെയും കുറിച്ച് വിവരിക്കുന്ന ആദ്യ ഭാഗം, തുടർന്ന് തൊഴുത്തിന്റെ വാതിലിനെയും അതിൽ പ്രവേശിക്കുന്നവരെയും കുറിച്ചും,
തുടർന്നുള്ള ഭാഗത്ത് നല്ല ഇടയനായ ഈശോയെക്കുറിച്ചുമാണ് പ്രതിപാദിക്കുന്നത്. യോഹന്നാൻ ശ്ലീഹ ഈശോയെ വിശേഷിപ്പിക്കുന്ന നല്ല ഇടയൻ എന്നാണ്. ഈശോയുടെ നന്മയെ ഊന്നി പറയാൻ വേണ്ടിയാണ് മനോഹരം, സുന്ദരം എന്ന അർത്ഥം വരുന്ന ഗ്രീക്ക് ഭാഷയിലെ കാലോസ് എന്ന പദം ഇടയൻ എന്ന വാക്കിനോടുകൂടെ ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല ഇടയൻ എന്ന വാക്കിന്റെ അർത്ഥം നന്മയും കനിവും കാരുണ്യവുമുള്ള അജപാലകൻ എന്നാണ്. നല്ല ഇടയന്റെ പ്രത്യേകതകൾ സുവിശേഷം എടുത്തു പറയുന്നു. വ്യാജമാർഗത്തിലൂടെ തൊഴുത്തിൽ പ്രവേശിക്കാതെ യഥാർത്ഥ വാതിലിലൂടെ അകത്ത് പ്രവേശിക്കുന്നു. വ്യക്തിപരമായ ബന്ധമുള്ളതിനാൽ ആടുകളെ പേര് ചൊല്ലി വിളിക്കുന്നു. ആടുകളുടെ നന്മ കാംക്ഷിച്ച് അവയെ മേച്ചിസ്ഥലങ്ങളിലേക്ക് നയിക്കുന്നു. ആടുകളുടെ മുൻപേ നടന്ന് അവയ്ക്ക് വഴി കാണിച്ചു കൊടുക്കുന്നു. അപകടസന്ധിയിൽ ഓടിപ്പോകാതെ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു. കൂലിക്ക് വേണ്ടി മാത്രം ആടുകളെ നോക്കുന്ന വ്യക്തിയെ പോലെ അല്ലാതെ ആടുകളെ സ്വന്തമായി കരുതുന്നവനാണ്. ആടുകളെ അറിഞ്ഞ് സ്നേഹിക്കുന്നവൻ തൊഴുത്തിൽപ്പെടാത്ത മറ്റ് ആടുകളെയും കരുതലോടെ കാത്തിരിക്കുന്നവനാണ്. സകല ജനപദങ്ങളും ഈശോയിൽ ഒരു ഗണമായി തീരേണ്ടതാണെന്ന ചിന്തയെ അടിസ്ഥാനമാക്കിയാണ് തൊഴുത്തിൽപ്പെടാത്ത മറ്റാടുകൾ എന്ന പ്രയോഗം. ഈശോയിൽ വിശ്വാസമർപ്പിച്ച് കൂട്ടായ്മയിൽ നിൽക്കുന്നവരാണ് തൊഴുത്തിൽപ്പെടുന്ന ആടുകൾ. നല്ലയിടനായ ഈശോയിൽ വിശ്വസിക്കാത്തവരാണ് തൊഴുത്തിൽപ്പെടാത്ത ആടുകൾ. ഈശോയെ അംഗീകരിക്കാൻ വിമുക്തത കാട്ടുന്നവരും അവിടുത്തെ അറിഞ്ഞ ശേഷം പലവിധ കാരണങ്ങളാൽ ഈശോയിൽ നിന്ന് അകന്നുപോയവരും തൊഴുത്തിൽ നിന്ന് പുറത്തുള്ളവരാണ്. ഏക തൊഴുത്തും ഏക ഇടയനും എന്ന അവസ്ഥ സംജാതമാകണമെന്നാണ് ഈശോ ആഗ്രഹിക്കുന്നത്. എന്റെ ഭവനം എല്ലാ ജനതകൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടുമെന്ന് മർക്കോസ് സുവിശേഷൻ എഴുതിയിരിക്കുന്നത് അതുകൊണ്ടാണ്. ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മുടെ ശ്രദ്ധയെ പ്രത്യേകമായി ക്ഷണിക്കുന്നത് മിശിഹായുടെ അനുയായി എന്ന നിലയിലുള്ള രണ്ട് ധർമ്മങ്ങളിലേക്കാണ്: ഇടയധർമ്മവും അജധർമ്മവും. ഈശോയെ സ്വന്തം ജീവിതത്തിൽ അനുകരിക്കാൻ തയ്യാറായിട്ടുള്ള ആർക്കും ഇടയധർമ്മമുണ്ട്. പിതാവായ ദൈവത്തിന്റെ ഇടയച്ചെറുക്കനായി മിശിഹ സ്വയം ചിത്രീകരിക്കുന്നത് പോലെ മിശിഹായുടെ ഇടയച്ചെറുക്കന്മാരാണ് അവിടുത്തെ അനുയായികളായ നാം ഓരോരുത്തരും. മിശിഹ തന്റെ സംരക്ഷണത്തിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന എല്ലാവരുടെയും പരിരക്ഷയ്ക്ക് വേണ്ടി സ്വയം സമർപ്പിച്ചിരിക്കുന്നത് പോലെ നമുക്കും ഒരു ഇടയധർമ്മമുണ്ട്: നമ്മുടെ സംരക്ഷണത്തിന് ഏൽപ്പിക്കപ്പെട്ടവർക്ക് വേണ്ടി ജീവൻ സമർപ്പിക്കുവാൻ. വികാരിയച്ഛൻ ഇടവക ജനത്തിന് ഇടയനായിരിക്കണം. മാതാപിതാക്കൾ മക്കൾക്കും, അധ്യാപകർ വിദ്യാർത്ഥികൾക്കും, ഭരണകർത്താക്കൾ ഭരണീയർക്കും, ഉദ്യോഗസ്ഥർ ഉപഭോക്താക്കൾക്കും, യജമാനന്മാർ തൊഴിലാളികൾക്കും ഇടയന്മാരായിരിക്കണം. ജീവൻ സമർപ്പിക്കുക എന്ന് പറയുമ്പോൾ അവർക്ക് വേണ്ടി മരിക്കുക എന്നതിനേക്കാൾ മരിക്കുന്നതുവരെ അവർക്ക് വേണ്ടി ജീവിക്കുക എന്നതാണെന്ന് മനസ്സിലാക്കാം. ഇടയധർമ്മത്തോടൊപ്പം അജധർമ്മവുമുണ്ട്. ഇടയനെ അനുസരിക്കുന്ന നല്ല അജഗണങ്ങളാകുവാനുള്ള വിളി. മിശിഹായുടെ അനുയായികൾ എന്ന നിലയിൽ ദൈവത്തിന്റെ വചനമനുസരിച്ച് നമ്മെ നയിക്കുന്നവരുടെ വാക്കുകൾ കേട്ട് നല്ല അജഗണങ്ങളായി അജധർമ്മം നിർവഹിക്കുന്നവരായി മാറുവാനുള്ള ദൗത്യവും നമുക്കുണ്ട് എന്ന് തിരുവചനം ഓർമ്മിപ്പിക്കുന്നു. നല്ല ഇടയന്മാരും നല്ല അജഗണവുമായി മാറുവാൻ കർത്താവിൻ്റെ കൃപ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ പക്കലേക്ക് നയിക്കുന്ന നല്ല ഇടയന്മാരും കർത്താവിനെ അനുഗമിക്കുന്ന നല്ല അജഗണവും ആയി മാറുവാനുള്ള കൃപ നമുക്ക് പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.